നമ്മൾക്ക് ശബ്ദത്തെ കാണാൻ കഴിയുമോ? ഒരു ലേസർ ഉപയോഗിച്ച് സൗണ്ട് വേവ്സിനെ കാണാൻ കഴിയും. ഒരു പേപ്പർ കപ്പിൽ ബലൂൺ വലിച്ചു കെട്ടി അതിലൊരു ചെറിയ മിറർ ഉറപ്പിക്കുക. ഇതിലേക്ക് ലേസർ ബീം ഫോക്കസ് ചെയ്യുക. സൗണ്ട് വേവ്സ് ബലൂണിൽ തട്ടി റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ അവിടെ സ്റ്റാൻഡിംഗ് വേവ്സ് ഉണ്ടാകുന്നു. അതായത് ബലൂണിൻ്റെ ചില ഭാഗങ്ങൾ വൈബ്രേറ്റ് ചെയ്യാതിരിക്കുകയും ചില ഭാഗങ്ങൾ മാക്സിമം വൈബ്രേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഫിസിക്സിൽ ഇതിനെ നോഡെന്നും ആൻറ്റി നോഡെന്നുമാണ് വിളിക്കുന്നത്. മിറർ ഇരിക്കുന്ന സ്ഥലം നോഡാകുമ്പോൾ ചെറിയ പാറ്റേണും ആൻറ്റി നോഡാകുമ്പോൾ വലിയ പാറ്റേണും ഉണ്ടാകുന്നു. ഡിസാജസ് ഫിഗർ എന്നാണ് ഈ പാറ്റേണിനെ വിളിക്കുന്നത്. രണ്ട് വ്യത്യസ്ത ദിശയിലുള്ള വേവ്സ് ഒരേ സമയം മിററിനെ ചലിപ്പിക്കുമ്പോഴാണ് ഇതുണ്ടാകുന്നത്. രണ്ട് ഡയറക്ഷൻ്റെയും ഫ്രീക്വൻസി സെയിം ആണെങ്കിൽ സർക്കിളോ എലിപ്സോ കിട്ടും. ഫ്രീക്വൻസികൾ തമ്മിലുള്ള റേഷ്യോ മാറുന്നതനുസരിച്ച് പാറ്റേൺ കോംപ്ലക്സ് ആകും. ഉദാഹരണത്തിന് ഫ്രീക്വൻസി റേഷ്യോ 1:2 ആണെങ്കിൽ 8ന്റെ ഷേപ്പ് കിട്ടും. പാചകം ഒരു കലയാണ്. ആ കലയിൽ ഞാൻ അത്ര വിദഗ്ധനല്ല. പക്ഷേ ഇടയ്ക്ക് ഞാൻ ചായ ഉണ്ടാക്കുമായിരുന്നു. നേരത്തെ ചായ കുടിക്കുന്ന കാലത്ത് അത് ശീലിച്ചിരുന്നു. അതിനപ്പുറത്ത് ഇല്ല, ഒന്നിലേക്ക് കടക്കാൻ എനിക്ക് ധൈര്യം കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങയുടെ പ്രിയപ്പെട്ട ഒരു